ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു പ്രപഞ്ചശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനവീയ വിദ്യുത് എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കോസ്മിക് ഇലക്ട്രിസിറ്റിയെപ്പറ്റി. അപ്പോൾ ഈ ശക്തിയുടെ ഉറവിടം എവിടെയാണ്? നമ്മൾ അധികം ദൂരെയൊന്നും പോകണ്ട, ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ആശയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: मनुष्य का शरीर एक अच्छा खासा बिजली घर है। जैसे बिजली घर में सारे शहर के लिए तार लगे रहते हैं, उसी प्रकार मस्तिष्क में से निकलकर जो पतले पतले तार समस्त शरीर में जाल की तरह फैल गए हैं, उन्हें ज्ञान तंतु कहा जाता है. അതായത് മനുഷ്യന്റെ ശരീരം ഒരു വലിയ പവർ ഹൗസാണെന്ന്. ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് സിറ്റി മുഴുവൻ വയറുകൾ പോകുന്നതുപോലെ നമ്മുടെ തലച്ചോറിൽ നിന്നും നേർത്ത നൂലുകൾ പോലെ ജ്ഞാനതന്തുക്കൾ ശരീരം മുഴുവൻ ഒരു വല പോലെ പടർന്നുകിടക്കുന്നു. അപ്പോ ഈ ജ്ഞാനതന്തു എന്ന് വെച്ചാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ അറിവിന്റെ നാരുകൾ എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ഓരോ ചലനത്തിനും ഓരോ ചിന്തയ്ക്കും ശക്തി പകരുന്നത് ഈ ഒരു കോസ്മിക് വെബ്ബാണ്. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? അല്ല, അത് പുറത്തേക്ക് ഒരു അദൃശ്യ ശക്തിയായി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ചില ആളുകളുടെ ഒരു പ്രസൻസ് കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേക ഓറ. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. കൈ മനുഷ്യോं के चेहरे पर ऐसा तेज होता है जिसके आगे तलवार और बंदूक कुंद हो जाती हैं. यह तेज सफेदी या चमक नहीं है, वरन प्रचंड विद्युत धारा है. ചിലരുടെ മുഖത്ത് വാളിനെയും തോക്കിനെയും വരെ നിഷ്പ്രഭമാക്കുന്നൊരു തേജസ്സുണ്ടാകുമത്രേ. ഇത് വെറുമൊരു വെളുപ്പോ തിളക്കമോ അല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ശക്തമായ ഇലക്ട്രിക് കറണ്ടാണ്. ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, ഈ തേജസ് എന്ന് പറയുന്നത് ഒരു ഫെയർനെസ് ക്രീമിന്റെ ഗ്ലോ അല്ല. ഇത് നിങ്ങളെ ഉള്ളിലെ ശക്തി, നിങ്ങളുടെ ആന്തരിക വൈദ്യുതി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ ഉള്ളിലെ ഈ പവർ ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് എവിടെയാണ്? ഈ അവിശ്വസനീയമായ ഊർജ്ജത്തിന്റെ യഥാർത്ഥ ഉറവിടമെന്താണ്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. असंभव शब्द मूर्ख के कोश में है. आत्मा को सर्वशक्तिमान इसलिए कहा गया है कि वह इच्छाशक्ति उत्पन्न करती है और बुद्धि के द्वारा उसका ठीक उपयोग कर लेती है. അസാധ്യമെന്നൊരു വാക്കില്ല, അത് വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രമുള്ള ഒന്നാണ്. നമ്മുടെ ആത്മാവിനെ സർവശക്തം എന്ന് വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അതിനെ ഇച്ഛാശക്തി, അതായത് വിൽ പവർ ഉണ്ടാക്കാൻ കഴിയും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ യഥാർത്ഥ സൂപ്പർ പവർ നിങ്ങളുടെ വിൽ പവറാണ്. അതെ, നിങ്ങളുടെ ഇച്ഛാശക്തി. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ആ മാനവീയ വിദ്യുത്തിനെ നിയന്ത്രിക്കുന്നതും പുറത്തേക്കൊരു പ്രഭാവമായി മാറ്റുന്നതും. ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ച വൈദ്യുതിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അസാധ്യമായി എന്താണുള്ളത്?